ഇങ്ങനെ വരുന്നുണ്ടെന്ന് പറഞ്ഞ് എത്ര നന്നായിരുന്നു റെഡേ. എൻ്റെ അടുത്ത് മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു. എനിക്ക് പിണക്കല്ല. അത് എന്താണെന്നറിയോ, എനിക്ക് ആദ്യം ഒരു ഏക്കർ അതിൻ്റെ ഞാൻ ഇതെടുത്തിട്ടുണ്ട് കേട്ടോ, ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ ഫോണിൽ ആ സമയത്ത് അങ്ങനെ കിട്ടിയില്ല. ഞാൻ വേറെ ഫോണിൽ നിന്ന് ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്കൊരു ഏക്കർ വന്നത് എങ്ങനെയാണെന്നറിയോ, അന്ന് ഗന്ധർവൻ ചേട്ടനുണ്ട്, ഷെബിയുണ്ട്, കുറേ ആളുണ്ട്. അതിൻ്റെ ഇടയിൽ അവൻ വന്നിട്ട് പറഞ്ഞു, പിന്നെ ചേച്ചീനൊക്കെ നല്ല ഇഷ്ടമാണ്, ഞാൻ ചേച്ചിയുടെ വീടിൻ്റെ അടുത്താണ്, ചേച്ചിക്ക് എന്നെ അറിയോ, ചേച്ചിയുടെ വീട്ടിലൊരു കോൺക്രീറ്റ് റോഡല്ലേ. അപ്പോൾ സംഗതി ശരിയാണ്, കോൺക്രീറ്റ് റോഡാണ്. അപ്പോൾ അതൊക്കെ എങ്ങനെ അറിയാം. അപ്പോൾ ഞാൻ ചേച്ചിയുടെ തൊട്ട വീടാണെന്നാണ് പറയണതേ. അത് കഴിഞ്ഞിട്ട് എംപിക്കാനറിയോ, മീൻ വാങ്ങാറില്ല, എത്രയോ വർഷങ്ങളായിട്ട് വീട്ടിൽ മീൻ കൊടുന്നു കൊടുക്കുന്ന ആൾ. അതൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ മലയാളത്തിൽ ഇങ്ങനെ പൊട്ടച്ചിട്ട് കേഴുക. അപ്പോൾ അവൻ്റെയാണ് ഞാൻ ശ്രദ്ധിക്കണത് മുഴുവൻ അവൻ്റെ മെസ്സേജാണ്. അപ്പം എന്നോട് ഗന്ധർവൻ ചേട്ടൻ പറഞ്ഞ് അവൻ വെരിഫൈഡ് അല്ല, ചാനലല്ല, ബ്ലൂ കൊടുക്കരുത്. പിന്നെ അവൻ ചാനലുണ്ട്, ബ്ലൂ ഉണ്ടാറിഞ്ഞു. ബ്ലൂ കൊടുത്ത് അപ്പോൾ പറഞ്ഞു, അയ്യോ ബ്ലൂ കൊടുക്കല്ലേ, എന്ത് പണിയാണ് കാണിച്ചാൽ, ബ്ലൂ എല്ലാവരും എടുത്ത് മാറ്റി. പക്ഷേ അവൻ്റെ അടുത്ത് മാറ്റാൻ പറ്റില്ല. അപ്പോൾ പറഞ്ഞു, ബ്ലൂ ഉണ്ടായാലും എന്താ, പിന്നെ ഞാൻ എൻ്റെ ബ്ലൂ ഉണ്ടോ മേടിച്ചിട്ട് പറഞ്ഞു ഗന്ധർവൻ ചേട്ടനോട്. എന്നാൽ ഞാൻ എൻ്റെ ചാനലിലേക്ക് വരാടാ പറഞ്ഞു. എന്താണെങ്കിൽ എൻ്റെ ചാനലിലേക്ക് വരാൻ ഇറക്കിയാൽ നേരാക്കി തരാൻ പറഞ്ഞു. എന്തിനാടാ ഈ പാവത്തിനിട്ട് ഇടങ്ങറാക്കണ പറഞ്ഞു. എന്നിട്ട് അവസാനം പാവം പറഞ്ഞു, നാളെ എന്നെ കാണാൻ പോയ ചേച്ചി, അപ്പോൾ ഞാൻ ബ്ലൂ എടുത്ത് മാറ്റി തരാമെന്ന്. എന്നിട്ട് അതങ്ങനെ കഴിഞ്ഞു. അന്ന് ഇതായി. പിന്നെ അവനോട് അടിയും കാലും പിടിക്കെല്ലാവരും